KSUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് മുഖ്യമന്ത്രിയും കൂടെയുള്ള ഒരു പ്രശ്നം താങ്കൾ കണ്ടിട്ടുണ്ടാവും. മുഖ്യമന്ത്രി തീർത്തും അവഗണിക്കുകയാണെന്ന് ഈ പുറമെ നിന്ന് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്താണ് ആവശ്യത്തിലുള്ള ഒരു പ്രശ്നം? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മുഖ്യമന്ത്രി പറയുന്നു. ഞാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ശശികല ടീച്ചറെയും RV ബാബുവും അടങ്ങുന്ന ഹിന്ദു ഐക്യവേദി ആളുകളെ ഡെലിഗേഷനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ആ എല്ലാവരുടെയും എന്ന ക്ലാസിഫിക്കേഷനിൽ, നിർവചനത്തിൽ എല്ലാവരിലും എന്തുകൊണ്ടാണ് ശ്രീ അലോഷ്യസ് സേവർ പെടാത്തത്? ആ എല്ലാവരിലും എന്തുകൊണ്ടാണ് PM നിയാസ് പെടാത്തത്? ആ എല്ലാവരിലും എന്തുകൊണ്ടാണ് ആരാധനായ NSSന്റെ ജനറൽ സെക്രട്ടറി പെടാത്തത്? അതിന് അദ്ദേഹം തന്നെ മറുപടി പറയാം. അതായത് മുഖ്യമന്ത്രിക്ക് ഈഗോ ആയിരിക്കുമോ? ഞാൻ അതിനെ അങ്ങനെ പറയുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള നിലവാരത്തെ അദ്ദേഹം മറന്നാലും നമ്മളെല്ലാവരും കൂടി അങ്ങ് മറക്കാൻ പാടില്ലല്ലോ. സാർ, ഒരു കാര്യം കൂടെ, അതായത് താങ്കളെ പലതരത്തിലും പലപ്പോഴും ചെറിയ സമൂഹ മാധ്യമങ്ങൾ ട്രോൾ ചെയ്യാറുണ്ട്. ഈ റീസെന്റ് കാണുന്ന ഒരു സാധനം, താങ്കൾ ഈ പ്രായം കഴിഞ്ഞിട്ടും ഡിവൈഎഫ്ഐയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണെന്നുള്ളതാണ്. അതിലൊരു വ്യക്തത വരുത്താമോ? ആ ഒരു കളിയാക്കലുകളെ എന്താണ് കാണുന്നത്? അത് ശരിക്കും വാസ്തവം എന്താണ്? അല്ല, അതല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിൽ നടന്ന ചർച്ചയായിട്ടാണ് ഇതിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നൊരു പരിശോധന ഞാൻ നടത്തിയിട്ടില്ല. എൻ്റെ പ്രായം അത് തന്നെയാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഡിക്ലെയർഡ് ആണ്. 2011 നിയമസഭയിൽ മത്സരിച്ച ഒരാളാണ് ഞാൻ. നിയമസഭയിൽ മത്സരിച്ചപ്പോൾ തന്നെ സ്വാഭാവികമായി ഡിക്ലെയർഡ് ആണല്ലോ. അതിൽ മറച്ചു വെക്കാൻ എനിക്ക് മടിയില്ല. ഡിവൈഎഫ്ഐക്ക് എനിക്ക് ഒരേ പ്രായമാണ്. 1980 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അതെനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രശ്നം, ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ഓൾ ഇന്ത്യ സെൻറ്ററിൽ, ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൽ രണ്ടാമതൊരു ലീഡർഷിപ്പിനെ നമ്മൾ നിർത്തുന്ന പതിവുണ്ടായിരുന്നില്ല. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ സമയത്ത് ഡിവൈഎഫ്ഐയുടെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൽ നിന്ന് ആളുകൾ ഒഴിയുന്ന ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരാൾ നേതൃത്വത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഡിവൈഎഫ്ഐയുടെ കൽക്കത്ത സമ്മേളനം മുതൽ ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായി പൂർണ്ണമായി ചുമതലയേൽക്കുന്ന സമ്മേളനം, ആ സമ്മേളനം മുതൽ ഇതിൽ ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ മാറ്റം വരുത്തി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓൾ ഇന്ത്യ സെൻറ്ററിലേക്ക് ഒരു സെക്കൻഡ് ജനറേഷനെ അയക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ദേ ആർ പ്രിപ്പയറിങ് ഫോർ ദാറ്റ്. അവരെ നമ്മൾ അതിനുവേണ്ടി ലേൺ ചെയ്യിപ്പിക്കും. അവരെ ഈ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വിട്ട് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനാനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതി, അത് കൽക്കത്ത കോൺഫറൻസ് മുതലാണ് ഞങ്ങൾ അവലംബിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിനു മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിച്ച് ആ കേന്ദ്രത്തിലെ പ്രവർത്തനാനുഭവങ്ങളുമായി ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നവരായിരുന്നു ഉണ്ടായിരുന്നതല്ല. ഞാനും അതിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ എന്നെ ഇങ്ങോട്ടേക്ക് ഡിവൈഎഫ്ഐ പറഞ്ഞയച്ചു. സ്വാഭാവികമായും ഞാൻ അറിയാലോ, ഡിവൈഎഫ്ഐയുടെ അത് ഞാൻ മാത്രമല്ല, അതങ്ങനെയാണ് എൻ്റെ ഒരു രീതി, അങ്ങനെയായിരുന്നു. അതാണ് എൻ്റെ വസ്തുത. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സമ്മേളനമൊക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായും പുതിയൊരു വരും. ഇതാണെൻ്റെ കാര്യം. അപ്പോൾ അതിലിപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കറിയില്ല സമ്മേളനത്തിൽ വന്നത്. എന്തായാലും നിങ്ങളത് റിപ്പോർട്ടിനാണ് ഈ പറയുന്ന ട്രോളുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ടെന്ന് സൈക്കിൾ സിദ്ധാഗപ്പത്തി പറയുന്ന പോലെ ട്രോൾ ഉണ്ടാക്കാൻ ഓരോ കാരണം വേണം. അതുണ്ടായിക്കോട്ടെ, അതൊക്കെ പാർട്ട് ഓഫ് ദി പ്രോസസ്. ഇല്ല, വിമർശനം വെച്ചാൽ സമ്മേളനത്തിനകത്ത് എന്തെല്ലാം വിമർശനം ഉണ്ട്. അതിങ്ങനെ പരിശോധിക്കലാണോ? ഡിവൈഎഫ്ഐയുടെ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടക്കുന്ന ചർച്ചകളിൽ എന്ത് പരിശോധിക്കണമെന്ന് പറയുന്ന ഒരു സംസ്കാരം ഞങ്ങളതല്ല. ഇനി നിങ്ങൾ കാണേണ്ട കാര്യവും, സമ്മേളനം എന്ന് പറയുന്നത് സമ്മേളനങ്ങൾക്കകത്ത് ആത്മവിമർശനവും സ്വയം വിമർശനവും രൂക്ഷമായ മറ്റ് വിമർശനങ്ങളും എല്ലാം ഉണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ഇതുണ്ടായില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ സ്ഥിരീകരിച്ചു എന്നല്ല നിങ്ങൾ കാണേണ്ടത്. ഇതിനേക്കാൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായെന്നിരിക്കും. അതിനല്ലേ സമ്മേളനം. അതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സത്യമോ അർത്ഥസത്യമോ ഇല്ലെങ്കിൽ കള്ളമോ ഒക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വാർത്തകൾ കൊടുക്കുന്നുണ്ടാകും. അതൊന്നും ഞങ്ങൾ വാങ്ങിക്കുന്ന കാര്യമല്ല. ഡിവൈഎഫ്ഐക്ക് ഡിവൈഎഫ്ഐയുടേതായ രീതികളുണ്ട്, അത്രയേ ഉള്ളൂ. അതിനങ്ങനെ മാത്രം കണ്ടാകും.